ഡോക്ടർ അരുൺ തെറ്റിദ്ധരിപ്പിക്കരുത്. താങ്കൾ പറഞ്ഞു ആദിത്യൻ ആ റൂമിൽ അഭിരാജിന്റെ റൂമിലുള്ള ആദിത്യൻ KSU പ്രവർത്തകനാണ്. ആ റൂമിലുള്ള ആദിത്യൻ KSU 5 പേരെ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് 2 കേസിൽ അറസ്റ്റ് ചെയ്തതിൽ 4 പേര് KSUകാരാണ്. ആകാശ് പറയുന്നു എന്റെ റൂമിൽ താമസിക്കുന്നത് ആദിലാണ്. അല്ല ഒറ്റ മിനിറ്റ് FIR മണിക്കൂറുകൾ പോലീസിന് സംശയമുണ്ടോ? എന്ന മട്ടിൽ പറഞ്ഞത് ഞാൻ തിരുത്തുന്നു. അരുൺ തുടരാം. യെസ്, അതായത് ആദിലാണ് ഈ റൂമിൽ ഉള്ളതെന്നും ആദിലിന്റെ റൂമാണ് ആകാശം മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എക്സൈസുകാർ അല്ല ഇന്ത്യക്ക് ചുമ്മാ ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. അതായത് ഒരു പോയിന്റ് പോലും ജനങ്ങൾ കേൾക്കരുത്. അതാണ് ഈ UDFന്റെ പ്രതിനിധിയുടെ ലക്ഷ്യം. എന്തിനാണ് മിസ്റ്റർ നിങ്ങൾ ഇത്തരം ചർച്ചകളിൽ അലമ്പുണ്ടാക്കുന്നത്? നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ മിണ്ടിയില്ല. അരുൺ 1 മിനിറ്റ് സമയം മാത്രം. എനിക്ക് 2 മിനിറ്റ് കൊണ്ട് ചർച്ച അവസാനിപ്പിക്കണം. അരുൺ 1 മിനിറ്റ്. ഒരു മര്യാദ. ഇത് ആദ്യത്തെ ചർച്ചയല്ലല്ലോ നവാസെ, ഒരു മര്യാദ കാണിക്ക്. ഒറ്റ പോയിന്റേ ഉള്ളൂ. SFI ഒറ്റ സംശയമാണ് ഉന്നയിച്ചത്. ആകാശ് എന്ന് പറയുന്ന കയ്യോടെ പിടികൂടുന്ന G2 എന്ന റൂമിലെ വ്യക്തി 2 കിലോ കഞ്ചാവായിട്ട് പിടികൂടുന്ന വ്യക്തി പറയുന്നു ഈ റൂമിൽ താമസിക്കുന്ന ആദിലാണ്, ആദിലും അനന്തവും കൊണ്ടുവച്ചതാണ് ഇത് എന്ന മൊഴി. ആ മൊഴിയുള്ളപ്പോൾ പോലീസ് എന്തുകൊണ്ട് ആദിലിനെ പ്രതിയാക്കിയില്ല? ഒരു റൂമിൽ നിന്ന് നിരോധിത വസ്തു പിടിച്ചാൽ ആ റൂമിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആൾ, അത് അലോട്ട് ചെയ്യപ്പെട്ട ആൾ പ്രതിയാവേണ്ടേ? ആ സംശയമാണ് SFI ഉന്നയിച്ചത്. ആ സംശയത്തിൽ ഇപ്പോഴും SFI ഉറച്ചു നിൽക്കുന്നു. കേരളത്തിലെ പോലീസ് ഭരിക്കുന്നു. ഞങ്ങൾക്കത് വിഷയമല്ല. പോലീസിന്റെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പ്രതിയാക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ശരി നവാസ് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞോട്ടെ, എന്റെ സമയം. താങ്കൾക്ക് അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അത് പറയേണ്ടത് ആഭ്യന്തര വകുപ്പിനോടാണ്. പിണറായി വിജയനല്ലേ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്? ഞാൻ പറയട്ടെ, എന്റെ സമയമല്ലേ. FIR ആദ്യത്തെ 6 മണിക്കൂറിൽ അങ്ങോട്ട് ഓടി വന്ന് പത്രസമ്മേളനം നടത്താൻ SFI ഏരിയ സെക്രട്ടറിക്ക് ആരെ വിവരം കൊടുത്തത്? ആരൊക്കെ അറസ്റ്റായി? എവിടുന്ന് അറസ്റ്റ് ചെയ്തു? എവിടുന്ന് പത്രസമ്മേളനം നടത്തിയല്ലോ. സ്റ്റേഷനിലേക്ക് ഓടി വന്നല്ലോ. FIR മണിക്കൂറുകളായല്ലോ. തെറ്റിദ്ധരിച്ചപ്പോ അല്ല സാർ, കള്ളത്തരം പറയുന്നത് പ്രതിനിധിയാ. താങ്കൾക്ക് പ്രതിരോധിക്കേണ്ടി വരും. പച്ചക്കളവ് പറയരുത് ചാനൽ ചർച്ച വന്നിരുന്നിട്ട്. പച്ചക്കളവ് പറയരുത്. സുഹൃത്ത് എന്നല്ലേ പറഞ്ഞത്? SFIയുടെ ഏരിയ സെക്രട്ടറി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ അരുണിനെ തിരുത്താം. അതിനുശേഷമാണ് KSUവിന്റെ നേതാവ് വരുന്നത്. എല്ലാവരും മനസ്സിലാക്കാൻ അങ്ങനെ അരുൺകുമാർ വെറുതെ കളവ് പറഞ്ഞിട്ടുള്ള കാര്യം. അരുൺ കണ്ണടച്ച് അരുണല്ലേ കണ്ണടയ്ക്കാൻ പറ്റും. നാട്ടുകാരെ കാണാതിരിക്കോ ഇത്? അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല അല്ല കേൾക്കും മിസ്റ്റർ, ഒന്ന് കേൾക്കും മിസ്റ്റർ. രമേശ് അതൊക്കെ എപ്പോ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ കാര്യമാണ്. താങ്കൾ എന്താ ഈ പറയുന്നത്? ഈ സംഭവം ദേവരാജിന്റെ ഏറ്റവും ഒടുവിലത്തെ അഭിപ്രായമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദേവരാജ് പറയുന്ന അനുസരിച്ച് പി കെ നവാസ് ഒരു നിമിഷം, അഭിരാജ് ഇപ്പോൾ SFI എന്ന സംഘടനയിൽ ഇല്ല. SFIയുടെ യൂണിറ്റ് ഭാരവാഹിത്വത്തിൽ നിന്ന്, യൂണിറ്റ് അംഗത്വത്തിൽ നിന്ന് ഇന്നലെ ചേർന്ന സമ്മേളനം അഭിരാജിനെ മാറ്റിയിരിക്കുന്നു. ഈ കേസിൽ ബെയിൽ കിട്ടി കേവലം 9 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ച കുറ്റത്തിനാണ് ഈ അഭിരാജിനെ അറസ്റ്റ് ചെയ്തതും ബെയിലിൽ വിട്ടിരിക്കുന്നതും ഇപ്പോൾ SFIയുടെ അംഗത്വത്തിൽ നിന്നും മാറ്റിയിരിക്കുന്നതും. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, KSUവിൻ്റെ അംഗത്വത്തിൽ നിന്ന് ഈ മുറിയിൽ താമസിച്ചിരുന്ന ആദിലിനെയും ഈ KSUവിൻ്റെ യൂണിറ്റ് പ്രതിനിധിയായിരുന്ന അംഗമായിരുന്ന ആകാശ്, ഇപ്പോൾ റിമാൻഡിലുള്ള ആകാശിനെയും ആകാശിനടക്കം ഇത് വിതരണം ചെയ്ത KSUവിൻ്റെ ഭാരവാഹിത്വവും മെമ്പർഷിപ്പും അടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്ന ഷാരിഖ് എന്ന് പറയുന്ന KSUവിൻ്റെ അക്കാലത്തെ മുതിർന്ന നേതാവിനെയും, അദ്ദേഹം ഇപ്പോൾ KSUവിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇനി യൂത്ത് കോൺഗ്രസിലുണ്ടോ എന്നറിയില്ല, ബന്ധം വിച്ഛേദിച്ചിരുന്നോ എന്ന് നമുക്കറിയില്ല, അദ്ദേഹം മറ്റേതെങ്കിലും സംഘടനയിലുണ്ടോ എന്നറിയില്ല, KSUവിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. ഈ ചോദ്യത്തെ നമുക്ക് അവസാനിപ്പിക്കാം നവാസ്. 100%. ഞാനിന്ന് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി സംസാരിച്ചു. ഷാരിഖിന് സംഘടനാ അംഗത്വം കൊടുക്കില്ല, നിലവിൽ അംഗത്വത്തിൽ ഇല്ല. 2023-24 കാലഘട്ടങ്ങളിലെ ക്യാമ്പസാണ് അംഗത്വം ഉണ്ടായത്. ക്യാമ്പസ് മെമ്പർഷിപ്പാണ് KSUവിനുള്ളത്. ഇനി ആർക്കെങ്കിലും അംഗത്വം ഉണ്ടെങ്കിൽ അവരെ നിരുപാധികം സംഘടനയിൽ നിന്ന് പുറത്താക്കുമെന്ന് KSUവിൻ്റെ പ്രസിഡന്റ് തന്നെ വളരെ കൃത്യമായി പറഞ്ഞു. ശരി, KSU പുറത്താക്കും, SFI പുറത്താക്കി.
Advocate with Dr. Arun Kumar.